നമസ്കാരം. ഫിസിക്സ് ആങ്കറിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നോക്കൂ, നമ്മൾ 8ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇനി അതിലത്തെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലത്തെ പ്രോബ്ലംസാണ്. അതിൽ സാധാരണ രീതിയിൽ ഒരു പ്രോബ്ലം ആ ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം: A capacitor made of two circular plates, each of radius 12 cm. അപ്പോൾ ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്സ് സർക്കുലർ പ്ലേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓരോന്നിൻ്റെ റേഡിയസ് 12 സെൻറ്റിമീറ്റർ ആൻഡ് സെപ്പറേറ്റഡ് ബൈ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ട് കപ്പാസിറ്റർ, സർക്കുലർ ഷേപ്പുള്ള രണ്ട് കപ്പാസിറ്റർ 5 സെൻറ്റിമീറ്റർ അകലെ വെച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ റേഡിയസ് 12 സെൻറ്റിമീറ്റർ ആണ്. The capacitor is being charged by an external source, not ആ കപ്പാസിറ്ററിനെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച് ചാർജ് ചെയ്തിരിക്കുകയാണ്. ദ ചാർജിങ് കറൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഈക്വൽ ടു 0.15 ആംപിയർ. അപ്പോൾ ആ കപ്പാസിറ്ററിനെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച് ചാർജ് ചെയ്യണു. 0.15 ആംപിയർ ആണ് ആ സോഴ്സിൻ്റെ കറൻറ്റ്, കോൺസ്റ്റൻ്റ് ആണ്. A. Calculate the capacitance and the rate of change of potential difference between the plates. അപ്പോൾ നമ്മളോട് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അതിൻ്റെ B ക്വസ്റ്റ്യൻ: ഒബ്റ്റെയിൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് അക്രോസ് ദ പ്ലേറ്റ്സ്. ആ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് കാണണം. ഇനി അതിൻ്റെ C ക്വസ്റ്റ്യൻ: ഈസ് കിർഷോഫ്സ് ഫസ്റ്റ് റൂൾ, അതായത് ജംഗ്ഷൻ റൂൾ, വാലിഡ് അറ്റ് ഈച്ച് പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ. കിർഷോഫിൻ്റെ ഫസ്റ്റ് റൂള്, അതായത് ജംഗ്ഷൻ റൂള്, ആ കപ്പാസിറ്ററിൻ്റെ ഓരോ പ്ലേറ്റിനും അപ്ലിക്കബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ എഴുതാം. റേഡിയസ് തന്നിട്ടുണ്ട്, ഒന്നാമത്തെ പ്രോബ്ലം. റേഡിയസ് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ. പിന്നെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളിതിനെ മീറ്ററിലേക്ക് ആക്കുക. 12 × 10⁻², 5 × 10⁻². ഇനി കറൻറ്റായി തന്നിട്ടുണ്ട് 0.15 ആംപിയർ. കോൺസ്റ്റൻറ്റ് സോഴ്സിൽ നിന്നുള്ള കറൻറ്റ് 0.15 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് കപ്പാസിറ്റൻസ് കാണാൻ. അപ്പോൾ കപ്പാസിറ്റൻസ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം അല്ലേ? കപ്പാസിറ്റൻസ് കാണാനുള്ള ഫോർമുല ε0A/d. ε0A/d. ഇവിടെ സർക്കുലർ പ്ലേറ്റാണ് ആ കപ്പാസിറ്ററിൻ്റെ. സർക്കുലർ പ്ലേറ്റുള്ള രണ്ട് സർക്കുലർ പ്ലേറ്റുള്ള കപ്പാസിറ്ററാണ്. അപ്പോൾ നമുക്ക് ഏരിയ πr² കൊടുത്തൂടെ? അപ്പോൾ ε0 സർക്കുലറിൻ്റെ ഏരിയ πr²/d. ε0ൻ്റെ വാല്യൂ നമുക്കറിയാം. എന്താണ്? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8.854 × 10⁻12 ഇൻറ്റു പൈ 3.14 ഇൻറ്റു റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട് 12 × 10⁻² ഹോൾ സ്ക്വയർ ബൈ ഡിസ്റ്റൻസ് 5 × 10⁻². കണ്ടു? അപ്പോൾ ഇതാണ് നമുക്ക് കപ്പാസിറ്റൻസാണ് ആദ്യത്തെ A ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. കപ്പാസിറ്റൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ε0A/d. A എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. അപ്പോൾ ε0ൻ്റെ വാല്യൂ നമ്മൾക്കറിയാം. പൈ, റേഡിയസ്, ഡിസ്റ്റൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 80.1 × 10⁻12 കിട്ടും. അത്രയും ഫാരഡ്, അല്ലെങ്കിൽ 80.1 പീക്കോ ഫാരഡ് എന്ന് എഴുതാം. 10⁻12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്കോ അല്ലേ? അപ്പോൾ 80.1 പീക്കോ ഫാരഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ എഴുതിയാൽ മതി. SI യൂണിറ്റ് ഇതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. പീക്കോ ഫാരഡിലേക്ക് ആക്കാൻ പറഞ്ഞാൽ നമ്മൾ അപ്പോൾ അയക്കാൻ മതി 80.1 പീക്കോ PF. കണ്ടു? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ കപ്പാസിറ്റൻസ് കിട്ടി. ഇനി അതിൽ തന്നെ A ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ഓൾസോ കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്.
അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ, ആ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ റേറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? Q ഈക്വൽ സി വി അല്ലേ? ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ്. അപ്പോൾ Q ഈക്വൽസ് സി വി, കോൺസ്റ്റൻറ്റ് സി ഇൻറ്റു വി നമുക്കറിയാം. ഇനി നമ്മൾ ഡി ക്യൂ ബൈ ഡി ടി കാണാം. ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽസ് കപ്പാസിറ്റൻസ്, തന്നിരിക്കുന്ന കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കോൺസ്റ്റൻ്റ്, അപ്പോൾ സി നമുക്ക് എഴുതാം, ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഇനി കാണാൻ പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഡി വി ബൈ ഡി ടീനെ അവിടെ നിർത്തുക, സീനെ ഇങ്ങോട്ട് എടുക്കുക. ഇനി ഡി ക്യൂ ബൈ ഡി ടി എന്താ? കറണ്ട് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. അപ്പോൾ നമുക്ക് അതിനെന്ത് എഴുതാം? ഐ എന്ന് എഴുതാം. അപ്പോൾ ഐ ബൈ, ഈ സീനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ താഴെ പോവും, ഐ ബൈ സി. ഇനി നമുക്ക് അപ്പോൾ ഡി വി ബൈ ഡി ടി എന്നാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ, ഐ ബൈ സി. ഐ തന്നിട്ടുണ്ട് 0.15 ആംപെയർ ആണെന്ന്. അപ്പോൾ 0.15 ബൈ സി. കപ്പാസിറ്റൻസ് നമുക്കിപ്പോൾ കിട്ടി 80.1 ഇൻറ്റു 10⁻⁻12 ഫാരഡ്. അപ്പോൾ 0.15 ബൈ 80.1 ഇൻറ്റു 10⁻12. അപ്പോൾ ഈ 10⁻12 0.15 ബൈ 80.1 ഇൻറ്റു 10⁻12 നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1.87 ഇൻറ്റു 10⁻9. ഈ 10⁻12 മുകളിലേക്ക് എടുക്കണം, പിന്നെ 0.15 ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇനി വോൾട്ട് പെർ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലേ, ബൈ ടൈമിൻ്റെ സെക്കൻഡ്. അപ്പോൾ 1.87 ഇൻറ്റു 10⁻9 വോൾട്ട് പെർ സെക്കൻഡ് നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ കിട്ടി. അപ്പോൾ എ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി അതിൽ ബി, ഒബ്റ്റെയിൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് അക്രോസ് ദ പ്ലേറ്റ്സ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട് ബി. നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഐ ഡി ഈക്വൽസ് നമുക്കറിയാം എപ്സിലോൺ നോട്ട് ഡി ഫൈ ഇ ബൈ ഡി ടി. ചാപ്റ്ററിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റിൻ്റെ ഡെഫിനേഷനൊക്കെ അല്ലേ, അത് നമ്മൾ ചെറിയ രീതിയിലുള്ളൊരു ഡെറിവേഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ എടുത്തു കഴിഞ്ഞാണ്. അപ്പോൾ ഐ ഡി ഈക്വൽസ് എപ്സിലോൺ നോട്ട് ഡി ഫൈ ഇ ബൈ ഡി ടി ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഫോർമുല. ഇനി ഈ ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഇ കാണാനുള്ള ഫോർമുല എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ അല്ലേ, ഇ ഡോട്ട് എ അല്ലേ, ഇ ഡോട്ട് ഡി എസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഏരിയ എ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇ ഡോട്ട് എ ആണെന്ത്? ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല. ഇനി ഇ ഡോട്ട് എ അല്ലെങ്കിൽ ഇ ഡോട്ട് ഡി എസ് എന്താ? ഗോസ് തിയറം, ഗോസ് ലോ, 1/ε0 ക്യൂ. അപ്പോൾ അത് എഴുതി. അപ്പോൾ ഐ ഡി ഈക്വൽസ് എപ്സിലോൺ നോട്ട് ഡി ബൈ ഡി ടി ഓഫ് ഇ എ. ഇനി ഇ എ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എന്താണ്? ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. അപ്പോൾ ഐ ഡി ഈക്വൽസ് എപ്സിലോൺ നോട്ട് ഡി ബൈ ഡി ടി ഓഫ് എന്ത്? ക്യൂ ബൈ എപ്സിലോൺ നോട്ട്, ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. അപ്പോൾ എപ്സിലോൺ നോട്ടും വെട്ടിപ്പോയി. ഡി ക്യൂ ബൈ ഡി ടി എന്താ? കറണ്ട് തന്നെയല്ലേ, ഈക്വൽസ് ഐ. കണ്ടോ? അപ്പോൾ അതായത് ഐ ഡി ഈക്വൽസ് എന്താണ്? നമുക്ക് തന്നേക്കണ കറണ്ട് എത്രയാ? 0.15 ആംപെയർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഈസ് ഈക്വൽ ടു കണ്ടക്ഷൻ കറൻറ്റ് ഈ കേസിൽ. കണ്ടോ? അപ്പോൾ നോക്കൂ, ഒന്നുകൂടെ പറയാം. ഐ ഡി ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് കാണാനുള്ള ഫോർമുല എന്താണ്? എപ്സിലോൺ നോട്ട് ഡി ഫൈ ഇ ബൈ ഡി ടി ആണ്. ഇനി ഫ്ലക്സ് കാണാൻ നമുക്കറിയാം, ഗോസ് ലോ, ഫ്ലക്സ് ഈക്വൽസ് ഇ ഡോട്ട് ഡി എസ്. ഇവിടെ നമ്മൾ ഏരിയ എ ആയിട്ട് എടുത്തു. അപ്പോൾ ഇ ഡോട്ട് എ ഈക്വൽസ് 1/ε0 ക്യൂ. അപ്പോൾ ഐ ഡി ഈക്വൽസ് എപ്സിലോൺ നോട്ട് ഡി ബൈ ഡി ടി ഓഫ് ഇ എ എടുത്തു. ഫൈ ഇക്ക് ഇ എ കൊടുത്തു. ഇനി ഇ എ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ ബൈ എപ്സിലോൺ നോട്ടാണ്. അപ്പോൾ ഐ ഡി ഈക്വൽസ് എപ്സിലോൺ നോട്ട് ഡി ബൈ ഡി ടി ഓഫ് ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. അപ്പോൾ എപ്സിലോൺ നോട്ട് വെട്ടിപ്പോയി. ഡി ക്യൂ ബൈ ഡി ടി എന്താ? കറണ്ട് ഐ അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എത്രയാണ്? 0.15 ആംപെയർ കിട്ടി. അപ്പോൾ അതിൻ്റെ ബി ക്വസ്റ്റിൻ്റെ ആൻസർ ആയി.
ഇനി സി, അതിൻ്റെ മൂന്നാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഈസ് കിർഷോസ് ഫസ്റ്റ് റൂൾ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ വാലിഡ് അറ്റ് ഈച്ച് പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ. കിർഷോസിൻ്റെ ഫസ്റ്റ് റൂൾ, അതായത് ജംഗ്ഷൻ റൂള് ആ കപ്പാസിറ്ററിൻ്റെ ഓരോ പ്ലേറ്റിനും ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത്. സി ക്വസ്റ്റ്യൻ യെസ്, കിർഷോസ് ഫസ്റ്റ് റൂള് ജംഗ്ഷൻ റൂൾ ആപ്ലിക്കബിൾ ആണ്. എന്താണ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടക്ഷൻ കറണ്ട് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ് അല്ലേ. കണ്ടക്ഷൻ കറണ്ട് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജംഗ്ഷൻ റൂൾ എന്താ പറയണത് നിങ്ങൾക്ക് അറിയാമല്ലോ. ജംഗ്ഷൻ റൂൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. എന്താണ്, ദ ഓൾജിബ്രേക്ക് സം ഓഫ് ഓൾ കറണ്ട്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിൽ രണ്ട് കറണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റും കണ്ടക്ഷൻ കറൻറ്റും കൂടെ ചേർന്നാണ് കറണ്ട്. അപ്പോൾ കിർഷോസ് ജംഗ്ഷൻ റൂൾ ഇവിടെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. രണ്ടാമത്തെ പ്രോബ്ലം, എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ മെയ്ഡ് ഓഫ് സർക്കുലർ പ്ലേറ്റ്സ് ഈച്ച് ഓഫ് റേഡിയസ് R equals, capital R equals 6 cm has a capacitance C equals 100 picofarad. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്, അത് സർക്കുലർ പ്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓരോന്നിൻ്റെയും റേഡിയസ് 6 cm ആണ്. കപ്പാസിറ്റൻസ് 100 picofarad തന്നിട്ടുണ്ട്. ദ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ 230 volt AC സപ്ലൈ. ആ കപ്പാസിറ്റർ ഒരു 230 volt AC സപ്ലൈയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. വിത്ത് എ ആംഗുലാർ ഫ്രീക്വൻസി 300 radian/second. അപ്പോൾ ആ 230 volt സപ്ലൈയുടെ ഫ്രീക്വൻസി തന്നിട്ട്, ആംഗുലാർ ഫ്രീക്വൻസി തന്നിട്ട് 300 radian/second. എ, വാട്ട് ഈസ് ദ RMS വാല്യൂ ഓഫ് കണ്ടക്ഷൻ കറൻറ്റ്. കണ്ടക്ഷൻ കറൻറ്റിൻ്റെ RMS വാല്യൂ എന്താണെന്നാണ് എ ക്വസ്റ്റ്യൻ. ഇനി ബി, ഈസ് കണ്ടക്ഷൻ കറൻറ്റ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്. കണ്ടക്ഷൻ കറൻറ്റും ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റും ഈക്വൽ ആണോ. സി, ഡിറ്റർമിൻ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ബി അറ്റ് എ പോയിൻറ്റ് 3 cm ഫ്രം ആക്സിസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ആ പ്ലേറ്റുകളുടെ ആക്സിസിൽ നിന്ന് 3 cm അകലെയുള്ള പ്ലേറ്റിലെ കപ്പാസിറ്റൻസ് അല്ല മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ ആക്സിസിൽ നിന്ന് 3 cm അകലെയുള്ള പോയിൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് തന്നേക്കണ വിവരങ്ങൾ എഴുതാം. രണ്ടാമത്തെ പ്രോബ്ലം 8.2. ഒന്ന്, റേഡിയസ് R തന്നിട്ടുണ്ട് 6 cm. അപ്പോൾ 6 × 10⁻² മീറ്റർ. ഇനി കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് 100 picofarad. അപ്പോൾ കപ്പാസിറ്റൻസ് ഈക്വൽസ് 100 picofarad. അപ്പോൾ എന്താണ് പീക്കോ എന്ന് പറഞ്ഞാൽ എന്താ, 10⁻12 farad. അപ്പോൾ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. ഇനി വോൾട്ടേജ് സപ്ലൈ തന്നിട്ടുണ്ട് 230 volt. ഇനി ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ തന്നിട്ടുണ്ട്. ഒമേഗ ഈക്വൽസ് 300 radian/second. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ RMS വാല്യൂ ഓഫ് കണ്ടക്ഷൻ കറൻറ്റ്. അപ്പോൾ കണ്ടക്ഷൻ കറൻറ്റിൻ്റെ RMS വാല്യൂ IRMS അല്ലെങ്കിൽ ക്യാപിറ്റൽ I ഏത് എഴുതിയാലും കുഴപ്പമില്ല. IRMS അല്ലെങ്കിൽ ക്യാപിറ്റൽ I എന്ന് എഴുതിയാലും മതി. IRMS ഈക്വൽസ് എന്താണ്, V/XC അല്ലേ. V/XC എന്ന് പറഞ്ഞാൽ എന്താ, 1/ωc. അപ്പോൾ V/1/ωc എന്ന് വരുമ്പോൾ ωc മുകളിലേക്ക് പോകും. അപ്പോൾ IRMS അല്ലെങ്കിൽ ക്യാപിറ്റൽ I ഈക്വൽസ് V × ωc. അപ്പോൾ V തന്നിട്ടുണ്ട് 230 ഇൻറ്റു ഒമേഗ തന്നിട്ടുണ്ട് 300 ഇൻറ്റു കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് 100 picofarad. 100 × 10⁻12. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ 230 × 300 ഇത് ചെയ്യുമ്പോൾ 9 3 6 23 × 3 69 ഇൻറ്റു ഇവിടെ 10⁻3 ഉണ്ട്, 10⁻5 ഉണ്ട്, ബാക്കി എത്രയാ 10⁻+5 ഉണ്ട്, ഇവിടെ -12 ഉണ്ട്. അപ്പോൾ 10⁻7 ആംപിയർ ഇതാണ്. അപ്പോൾ 69 × 10⁻7 ആംപിയർ ആണ് IRMS. അല്ലെങ്കിൽ 6.9 × 10⁻6 അതും പറയാം. 69 × 10⁻7 അല്ലെങ്കിൽ 6.9 × 10⁻6 ആംപിയർ. അപ്പോൾ എ പാർട്ട് കിട്ടി. ഇനി ബി, ഈസ്
കണ്ടക്ഷൻ കറൻറ്റ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്. നമ്മളിപ്പോൾ തന്നെ പ്രൂവ് ചെയ്താൽ ഫസ്റ്റ് പ്രോബ്ലത്തിൽ. അപ്പോൾ നമുക്ക് ബി ക്വസ്റ്റ്യൻ എസ് ഐ സി കണ്ടക്ഷൻ കറൻറ്റ് ഈക്വൽസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്. അത് നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലേ ഡി ഫൈ ഇ എപ്സിലോൺ നോട്ട് ഡി ഫൈ ഇ ബൈ ഡി ടി വെച്ചിപ്പോൾ പ്രൂവ് ചെയ്താണ്. അപ്പോൾ കണ്ടക്ഷൻ കറൻറ്റും ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റും ഈക്വലാണ്. ഇനി അതിൻ്റെ സി ക്വസ്റ്റ്യൻ ഡിറ്റർമിൻ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ആ കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ആക്സിസിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു പോയിൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കാണാൻ, B0 കാണാൻ. അപ്പോൾ സി സ്മോൾ ആർ തന്നിട്ടുണ്ട്. എത്രയാ? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 × 10⁻² മീറ്റർ അകലെയുള്ള പോയിൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല എന്താ? B = μ0 IM മാക്സിമം അല്ലെങ്കിൽ I0 IMR ഡിസ്റ്റൻസ് ബൈ 2πr². നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക്സ് എടുത്തപ്പോൾ ഈ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ μ0 IMR ബൈ 2πr². ഇനി ഈ വാല്യൂ കൊടുക്കുക. അപ്പോൾ B = μ0 വാല്യൂ നിങ്ങൾക്കറിയാം 4π × 10⁻⁷ ഇൻറ്റു IM നമ്മൾക്ക് IRMS ആ കിട്ടിയത് 69 × 10⁻⁷. അപ്പോൾ IM എങ്ങനെയാണ് കാണുക? IRMS = IM/√2 ആണ്. അപ്പോൾ IM എന്താണ്? IRMS × √2. അപ്പോൾ IRMS നമുക്ക് കിട്ടിയിട്ടുണ്ട് 69 × 10⁻⁷ ഇൻറ്റു √2. അപ്പോൾ μ0ൻ്റെ വാല്യൂ എഴുതി 4π × 10⁻⁷. IM = IRMS × √2 എഴുതി. ഇനി സ്മോൾ ആർ എത്രയാ? ഡിസ്റ്റൻസ് തന്നിട്ട് 3 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 3 × 10⁻² ബൈ 2π × r², ക്യാപിറ്റൽ ആർ. അതിൻ്റെ റേഡിയസ് 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 × 10⁻² ഹോൾ സ്ക്വയർ. അപ്പോൾ 2π 4πയിൽ 2 ടൈംസ് വെട്ടിപ്പോയി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 1.63 ഇൻറ്റു ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ 2 × 69 ഇൻറ്റു √2ൻ്റെ വാല്യൂ 1.414 ഇൻറ്റു 3/6² ഇൻറ്റു 10⁻² ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ 1.63 × 10⁻11 ടെസ്ല കിട്ടും. അപ്പോൾ അതിൻ്റെ സി പാർട്ടിൻ്റെ ആൻസറും കിട്ടി. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ പ്രോബ്ലം. വാട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ദ സെയിം ഫോർ എക്സ്റേസ് ഓഫ് വേവ് ലെങ്ത് 10⁻10 മീറ്റർ. അപ്പോൾ മൂന്നാമത്തെ പ്രോബ്ലം വേവ് ലെങ്ത്ത് 10⁻10 മീറ്റർ ഉള്ള എക്സ്റേസ് അപ്പോൾ 10⁻10 മീറ്റർ വേവ് ലെങ്ത് ഉള്ള എക്സ്റേസിനും ആൻഡ് റെഡ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 6800 ആങ്സ്ട്രോം. അപ്പോൾ റെഡിൻ്റെ വേവ് ലെങ്ത്ത് 6800 ആങ്സ്ട്രോം. ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ എന്താ? 10⁻10 മീറ്റർ ആണ്. ഇത് റെഡ് ലൈറ്റിൻ്റെ. ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള ആൻഡ് അത് മാത്രമല്ല ഒരെണ്ണം കൂടി ഉണ്ട്. ആൻഡ് റേഡിയോ വേവ്സ് ഓഫ് വേവ് ലെങ്ത് 500 മീറ്റർ. അപ്പോൾ റേഡിയോ വേവ്സിൻ്റെ 500 മീറ്റർ വേവ് ലെങ്ത്ത്. അപ്പോൾ റേഡിയോ വേവ്സ് 500 മീറ്റർ വേവ് ലെങ്ത്ത് ഉള്ള, അതായത് 10⁻10 മീറ്റർ വേവ് ലെങ്ത്ത് ഉള്ള എക്സ്റേസിനും 6800 നാനോ ആങ്സ്ട്രം യൂണിറ്റ് വേവ് ലെങ്ത്ത് ഉള്ള റെഡ് ലൈറ്റിനും 500 മീറ്റർ വേവ് ലെങ്ത്ത് ഉള്ള റേഡിയോ വേവ്സിനും കോമൺ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാ? മൂന്നിനും കോമൺ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാ? സ്പീഡല്ലേ? എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലേ? അപ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാ? സ്പീഡ് = 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 1 മാർക്കിൻ്റെ ചോദിക്കാത്.
ഏത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയാലും അതിന് കോമൺ ആയിട്ടുള്ള ഒറ്റ ഫിസിക്കൽ ക്വാണ്ടിറ്റിയേ ഉള്ളൂ, ഏത്? സ്പീഡ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഏത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയാലും അതെല്ലാം കണ്ടു. ഇതൊക്കെ എക്സ്റേസ് ആയാലും റെഡ് ലൈറ്റ് ആയാലും റേഡിയോ വേവ്സ് ആയാലും അതെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവാണ്. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത്? സ്പീഡ്. എത്രയാ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ തേർഡ് പ്രോബ്ലം മനസ്സിലായി. ഇനി അടുത്തത് ഫോർത്ത് വൺ. A plain electromagnetic wave travels in vacuum along z direction. അപ്പോൾ ഒരു പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വാക്വത്തിൽ കൂടെ z ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ ഡയറക്ഷൻസ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ്? അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ കുറിച്ച് എന്ത് പറയാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. എന്താണ്? സെഡ് പ്ലെയിനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണത്, വേവ് ട്രാവൽ ചെയ്യണത്. കണ്ടു, സെഡ് പ്ലെയിനിൽ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഏതാണ്? XY പ്ലെയിൻ. അതായത് ഇലക്ട്രിക് ഫീൽഡ് X ഡയറക്ഷനിൽ, മാഗ്നറ്റിക് ഫീൽഡ് Y ഡയറക്ഷനിൽ. കണ്ടു, നമുക്കറിയാം. അപ്പോൾ XY പ്ലെയിനിലാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡയറക്ഷൻസ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ X ഡയറക്ഷനായിട്ട് എടുത്തിരിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് Y ഡയറക്ഷനായിട്ട് എടുത്തിരിക്കുന്നു. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് 30 MHz, ആ വേവിൻ്റെ ഫ്രീക്വൻസി ന്യൂ 30 MHz തന്നിട്ടുണ്ട്. മെഗാഹേർട്സ് എന്ന് പറഞ്ഞാൽ എന്താ? 30 × 10⁶ Hz. കണ്ടു. അപ്പോൾ ആ വേവിൻ്റെ ഫ്രീക്വൻസി 30 MHz ആണെങ്കിൽ വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? അതിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? അപ്പോൾ വേവ് ലെങ്ത് നമുക്കറിയാം, C = νλ അല്ലേ? അപ്പോൾ λ = എന്താണ്? C/ν. സിയുടെ വാല്യൂ നമുക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 3 × 10⁸. ബൈ ഫ്രീക്വൻസി 30 × 10⁶. അപ്പോൾ 330ൽ 10 ടൈംസ് ഇതിന് മുകളിലേക്ക് ഇത് 10⁷ ആയി. അപ്പോൾ വെറും 10 മീറ്റർ. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വേവ് ലെങ്ത്, 10 മീറ്റർ. കണ്ടോ, 10 × 10⁶ എന്ന് പറയുമ്പോൾ 10⁷ ആയി. 10⁷ മുകളിലേക്ക് എടുക്കുമ്പോൾ -7 ആവും. അപ്പോൾ 10⁸ 10⁻⁻7 എത്രയാണ്? 10⁻1, അതായത് 10. അപ്പോൾ ഫോർത്ത് പ്രോബ്ലം നമുക്ക് കിട്ടി. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.